What's up guys, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ന് പറയുന്നത് MobileTrans എന്നാണ്. അപ്പോൾ MobileTrans ഇതിൻ്റെ വെബ്സൈറ്റ് ഇതാണ്, വോണ്ടർഷെയറിൻ്റെ ആണ്. MobileTrans എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഇതിപ്പോൾ നമ്മുടെ വിൻഡോസിനും മാക്കിനും ഇത് അവൈലബിൾ ആണ്. അപ്പം വിൻഡോസ് യൂസേഴ്സിനും മാക് യൂസേഴ്സിനും ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫറിങ് ആണ്. അത് വെറുതെ ഫയൽ ട്രാൻസ്ഫറിങ് അല്ല, സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അല്ല. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ്, അതായത് വാട്സാപ്പ് ചാറ്റുകൾ, വാട്സാപ്പ് ബാക്കപ്പ് എടുത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്സാപ്പ് മാത്രമല്ല, മിക്കതും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയാസ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്കിതിൽ ബാക്കപ്പ് എടുത്ത് വെച്ച് ഇപ്പം നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ആപ്പിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ഇപ്പം ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്ക് അല്ലെങ്കിൽ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലേക്ക് വരുന്നവരുടെ ഒരു മെയിൻ സംശയമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് കറൻറ്റ്ലി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൻ്റെ ഫുൾ ഡേറ്റാസ് ബാക്കപ്പ്, അതായത് ചാറ്റ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോമിൽ അവർക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ ബാക്കപ്പ് എടുക്കുന്ന ആ ഒരു ഡേറ്റ നിങ്ങൾക്ക് പുതിയ ഡിവൈസായ നിങ്ങളുടെ പുതിയ ഐഫോണിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ് എന്ന് പറയുന്നത്, വോണ്ടർഷെയറിൻ്റെ MobileTransൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് താഴെ ഏറ്റവും ടോപ്പിലും ഉണ്ട്, അതുപോലെ തന്നെ താഴെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ മാക്കിലാണ് റൺ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ മാക് OSനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം MobileTrans എന്ന് പറയുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഉപയോഗിച്ച് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ പ്രൈസിങ് സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിൻഡോസ് യൂസേഴ്സിനുള്ള അതിൻ്റെ ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൺസ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചർ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ ഏകദേശം $40 കൊടുക്കണം. അതല്ല നിങ്ങൾക്ക് വാട്സാപ്പ്, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്സാപ്പ് ഡേറ്റ മാത്രം ബാക്കപ്പ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ ഏകദേശം $30 കൊടുക്കണം ഒരു വർഷത്തേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സെപ്റ്റംബർ 15 വരെ നമുക്കിവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ഈ ഒരു കൂപ്പൺ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫും കിട്ടും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതാണ് MobileTrans എന്ന് പറയുന്ന നമ്മുടെ ആപ്പ്. ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. വിൻഡോസിലും ഏകദേശം ഈ സിമിലർ ഇൻ്റർഫേസ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വാട്സാപ്പ് ട്രാൻസ്ഫർ, ഫോൺ ട്രാൻസ്ഫർ, പിന്നെ ബാക്കപ്പ്, റീസ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് വാട്സാപ്പ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും. വാട്സാപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാട്സാപ്പാണ്. പിന്നെ ലൈൻ, വൈബർ, കിക്ക്, വീചാറ്റ് ഇതൊക്കെ നമ്മളധികം ഉപയോഗിക്കാറില്ല. നമ്മൾ വാട്സാപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമ്മുടെ വാട്സാപ്പ് മെസ്സേജസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഐഫോൺ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഫോൺ ടിക്കറ്റ് ആയിട്ട് നമ്മുടെ മെസ്സേജസ്, ഗ്രൂപ്പ് SMS, സിസ്റ്റം നോട്ടിഫിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ സെലക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു ഡിവൈസ്, ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലെങ്കിൽ മറ്റൊരു ഐഫോണിലേക്ക്, ഒരു ഐഫോണിൽ നിന്ന് മറ്റൊരു ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്കിവിടെ മറ്റൊരു സെക്കൻഡറി ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടത്തേക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഐഫോൺ വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പം ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് ഐഫോണിലേക്ക് പോകുകയാണെങ്കിലും ഇവിടെ ആൻഡ്രോയിഡ് കാണിക്കും ഫസ്റ്റ്, സെക്കൻഡ് നിങ്ങളുടെ പുതിയ ഐഫോൺ കാണിക്കും. അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്കപ്പ് വാട്സാപ്പ് മെസ്സേജ് നമ്മുടെ PC-യിലേക്ക് തന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്തിട്ടാണെന്നുള്ളതാണ്. ഇത് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ iPhone 7-നകത്തുള്ള ഫുൾ ഡേറ്റാസും വാട്സാപ്പിൻ്റെ സംബന്ധമായിട്ടുള്ള ഫുൾ ഡേറ്റാസും നമുക്ക് ഇങ്ങനെ ബാക്കപ്പ് ആവും. നോക്കിയാൽ മനസ്സിലായി. ഇവിടെ ഒരു സ്റ്റാറ്റസ് ബാർ കൊടുത്തിട്ടുണ്ട്. 3%, 4% എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എന്തായാലും ക്യാൻസൽ അടിക്കുകയാണ്, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാട്സാപ്പ് ഡേറ്റാസ് മൊത്തം ഇതിൽ ബാക്കപ്പ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾ റീസ്റ്റോർ ബാക്കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കപ്പ്സിൻ്റെ ആ ഒരു ലിസ്റ്റുകൾ കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബാക്കപ്പ് ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഡിവൈസ് ഇവിടെ എൻ്റെ 7 ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7-ലുള്ള ഫുൾ ഡേറ്റാസും നിങ്ങൾക്ക് ഇവിടെ കാണാം. കോൺടാക്ട്സ് എത്രയാണ്, ബ്ലാക്ക് ലിസ്റ്റിലാക്കിയിരിക്കുന്ന കോൺടാക്ട്സ് എത്രയാണ്, ടെക്സ്റ്റ് മെസ്സേജസ്, കോൾ ലോഗ്സ്, അങ്ങനത്തെ ഫുൾ ഡേറ്റാസും ഇതിൽ കാണാം. ഇനി നിങ്ങൾ മറ്റൊരു ഡിവൈസ്, അതിപ്പം ആൻഡ്രോയിഡ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പുതിയ ഐഫോൺ വാങ്ങിക്കുവാണ്, ആ ഫോണിലേക്ക് നിങ്ങളുടെ ഈ ഡേറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഇപ്പുറത്ത് കാണിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു iPhone 10s കണക്ട് ചെയ്യാം. ഇവിടെ കണ്ടല്ലോ, രണ്ടാമത്തെ ഡിവൈസ് കണക്റ്റ് ആയപ്പം നമുക്കവിടെ കണക്ട് ചെയ്യുന്ന തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം അതിപ്പം ഐഫോൺ തന്നെ വേണമെന്നില്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഡിവൈസാണ്. അതല്ലെങ്കിൽ നിങ്ങളിപ്പം ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് പുതിയൊരു ഐഫോണിലേക്ക് മാറുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഏറ്റവും മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വാട്സാപ്പ് ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ
മുമ്പേ കണ്ട പോലെ തന്നെ ഐറ്റ്യൂൺസ് ബാക്കപ്പ് ഫയൽ. ഇപ്പോൾ നിങ്ങൾ ഐറ്റ്യൂൺസിൽ ഓൾറെഡി നിങ്ങളുടെ ബാക്കപ്പ് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഐറ്റ്യൂൺസിൽ ബാക്കപ്പ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഐറ്റ്യൂൺസിൽ എന്തെങ്കിലും ബാക്കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അതാണ് അവിടെ വരുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ആപ്പ് MobileTrans എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കപ്പ് ഫയൽ അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് കംപ്ലീറ്റ് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും കൊടുത്തേക്കുന്ന ബാക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസ് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ആപ്പിനെ പറ്റിയുള്ള മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പ്യുവർ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് മാത്രമുള്ള ഒരു ആപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ലിങ്കും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കും വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace.